വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒരു 1-2 മണിക്കൂർ മാത്രം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇളം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഓവർ വെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലീഫിനൊക്കെ ഇലകൾക്ക് ക്ഷീണം വരാനും ചെടി നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു ലീഫിൽ നമ്മൾ പുഴുക്കളും പിന്നെ ഒച്ചൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇലകൾക്കുള്ള ചെറിയ ചെറിയ പുഴുക്കളൊന്നും വരാതെ ഇലയൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർന്നു കിട്ടാനായിട്ട് സഹായിക്കും. ഈ ഒരു ചെടി നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇതിന് കൂടുതലൊരു ഭംഗി ഉണ്ടാവും. നല്ല ലീഫ് നോക്കിയിട്ട് വേണം നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ചെറിയ വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുത്താൽ ഇത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. ഞാൻ ഈ ഒരു ചെടി എല്ലാ സ്ഥലത്തും വെച്ച് കൊടുത്തത് നിലത്ത് തന്നെയാണ്, മുറ്റത്താണ് വെച്ച് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഓവർ വെയിലില്ലാത്ത സൈഡിലായിട്ടാണ് ഞാൻ ഈ എല്ലാ ചെടിയും വെച്ച് കൊടുത്തിട്ടുള്ളത്. കൊമ്പ് നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ലീഫൊക്കെ അടിഭാഗത്തുനിന്ന് മാറ്റി കൊടുത്തിട്ട് കൊമ്പ് മാത്രം നട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ഇത് മുളച്ച് കിട്ടുന്നതാണ്. പിന്നെ ഈ ചെടിയുടെ മുകൾ ഭാഗം നമ്മൾ മണ്ണ് ഡ്രൈ ആവുകയാണെങ്കിൽ അതിൻ്റെ ഒരു വടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൽ നമ്മൾ ആട്ടുംകാഷ്ടം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. വെള്ളം നനച്ച് കൊടുക്കുമ്പോൾ ദിവസം ഒരു നേരമെങ്കിലും നനച്ച് കൊടുത്താൽ മതി. ഇതിന് ഓവർ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.